എനിക്ക് ആദ്യമായി പോസ്റ്റിംഗ് കിട്ടിയ സ്ഥലം കാസർഗോഡാണ്. നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു ഇതാണ് ഞാൻ പറയുന്നത്. അതെനിക്ക് എത്രത്തോളം നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അതായത് അദ്ദേഹം ആദ്യമായി ഈ മതത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, അതായത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ പഠിക്കുന്നതിനൊക്കെ വേണ്ടി പോയ സ്ഥലം കാസർഗോഡാണ്. എനിക്ക് ആദ്യമായി പോസ്റ്റിംഗ് കിട്ടിയ സ്ഥലം കാസർഗോഡാണ്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം എൻ്റെ പാലക്കാട് ജില്ല അല്ലാതെ പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം മലപ്പുറമാണ്. മലപ്പുറത്ത് ഞാൻ കുറ്റിപ്പുറത്തുണ്ടായിരുന്നു. കുറ്റിപ്പുറത്തിയപ്പോൾ ഞാൻ തിരുവൂരിൻ്റെ അടുത്തായതുകൊണ്ട് കുറച്ചുകൂടെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പൊ നാട്ടിലേക്ക് പോയി പ്രൊമോഷൻ കിട്ടിയ ആദ്യത്തെ പോസ്റ്റിംഗ്, സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ആദ്യത്തെ പോസ്റ്റിംഗ് കിട്ടുന്നത് തിരൂരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ വൈകാരിക ബന്ധത്തിന്റെ ആഴം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നതുകൊണ്ട് എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരു സ്ഥലം. എനിക്ക് തോന്നുന്നു എൻ്റെ സഹപ്രവർത്തകർ കുറച്ചുപേരെങ്കിലും അഭിലാഷം ഉണ്ടായിരുന്നു. അവരെന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്, ഇത്രമേൽ അങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല. അവരവരെപ്പോഴായിരിക്കും അറിയുന്നത് തോന്നുന്നു. ഞാൻ സഹാജിക അങ്ങനെ എടുത്ത് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് തോന്നണമല്ല എന്താ ഇയാൾക്ക് അത്ര പ്രത്യേകത അല്ലേ, ഇയാളല്ലെങ്കിൽ വേറൊരാൾ വന്ന് ഉദ്ഘാടനം ചെയ്താൽ ഉദ്ഘാടനം നടക്കില്ലേ എന്ന് തോന്നുന്നുണ്ടാവുമല്ലോ. അത് ഉദ്ദേശിച്ചിട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞ് എന്ന് കരുതുന്നു. മറ്റൊരു കാര്യം, അദ്ദേഹം വിദ്യാഭ്യാസത്തിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞു. ആ കാര്യത്തിനകത്ത് ഞാൻ എൻ്റെ ഉപ്പ വഹിക്കുന്ന സമയത്ത് 80 ദിവസം പ്രായമുള്ളെന്ന് പറഞ്ഞു. ആ 80 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ 6 മക്കളായിരുന്നു. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അന്ന് 12 വയസ്സ് പ്രായം. 12 വയസ്സെന്ന് വെച്ചാൽ നമുക്ക് ഊഹിക്കാൻ കഴിയും അല്ലേ. ഒരു 12 വയസ്സ് ഞങ്ങൾ 6 മക്കളായിരുന്നു. ഏറ്റവും ഒടുവിലത്തെ ആളാണ്, ഏറ്റവും ചെറിയ ആളായിരുന്നു ഞാൻ. 80 ദിവസമായിരുന്നു പ്രായം. നിന്ന് ആ 12 വയസ്സുള്ള ജ്യേഷ്ഠനും എൻ്റെ ഉമ്മയും കൂടെ ജോലിക്കൊക്കെ പോയി വളരെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചത്. പഠിച്ച് പ്ലസ് ടു കഴിയുന്ന സമയത്ത് എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. കാര്യം അന്ന് എൻ്റെ കൂടെ പ്ലസ് ടുവിന് പഠിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുവട്ടത്തുള്ള എൻ്റെ സമാന പ്രായക്കാരൊക്കെ ഞങ്ങളുടെ ബോർഡറാണ്, ഞങ്ങളുടെ വീടിൻ്റെ നമ്മുടെ പാലക്കാട് ജില്ല കോയമ്പത്തൂർ ബോർഡർ വരുന്ന ഏരിയ ആണ്. അപ്പോൾ കോയമ്പത്തൂർ ഒരുപാട് കോളേജുകളുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഫീസ് വാങ്ങിച്ച് പുതിയ പുതിയ കോഴ്സുകൾ പഠിക്കുന്ന കോളേജുകളെല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം ആ സമയത്ത് ഞാൻ ഒഴികെ അവരെല്ലാം ആ സമയത്ത് ഇതുപോലെ ഫീസ് കെട്ടി പഠിക്കുന്ന സ്ഥലത്താണ് പഠിച്ചത്. അപ്പോഴും എനിക്കതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, എൻ്റെ വീട്ടിലെ സാഹചര്യം ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഞാനത് അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല. എൻ്റെ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട്, ഉമ്മാൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല കൊണ്ട് പണയം വെച്ച് അവിടെ പോയി പഠിക്കുക. കാരണം എന്ന് വെച്ചാൽ ഉമ്മ നമ്മുടെ രക്ഷിതാക്കൾക്ക് പിന്നെ നമ്മുടെ മക്കൾ, നമ്മുടെ തൊട്ടടുത്തുള്ള മക്കളും പഠിക്കുന്ന അതേ സൗകര്യത്തോടെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന ആളുകളാണ് അവർ. എൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ മാല കൊണ്ട് പണയം വെച്ച് പഠിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലെ സാഹചര്യം മനസ്സിലാക്കി. ഞാൻ അന്നാണ് പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് PSC കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫീസൊന്നും ഇല്ലാതെ സർക്കാർ ജോലിയിലേക്ക് എത്താൻ, അത്യാവശ്യം ഒരു 5 അക്ക ശമ്പളത്തിലേക്കൊക്കെ എത്താനുള്ളൊരു വഴി PSC ആണെന്ന് ഞാൻ മനസ്സിലാക്കുകയും പ്ലസ് ടു മുതൽ എൻ്റെ മനസ്സിൽ കൊണ്ടുപോകണമെന്ന് എൻ്റെ ആഗ്രഹമായിട്ടുള്ള സർക്കാർ ജോലിക്കായി ഞാൻ ഡിഗ്രി കഴിഞ്ഞ് 1 വർഷം ഒരു കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ 21ാമത്തെ വയസ്സിൽ PSC പഠിച്ചു തുടങ്ങി. ഞാൻ എൻ്റെ 22ാമത്തെ വയസ്സിൽ KSRTC കണ്ടക്ടറായിട്ടാണ് എനിക്ക് ആദ്യമായി ജോലി കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം 12ഓളം ലിസ്റ്റിലുണ്ടായിരുന്നു. അതിനകത്ത് അപ്പോയിൻമെന്റ് ഓർഡർ വന്നത് ഏകദേശം 6 വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ KSRTC കണ്ടക്ടറായി 1.5 വർഷത്തോളം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് KSFP അറിയില്ലേ, KSFPക്ക് അകത്തൊരു 3 വർഷം അസിസ്റ്റൻ്റായി, ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിൽ ജോലി ചെയ്ത് അന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു SI പോസ്റ്റ്, അതായത് 2 സ്റ്റാറൊക്കെ വെച്ച് നമ്മൾ ഈ യൂണിഫോം നമ്മളുടെ അദ്ദേഹത്തെ മനസ്സിൽ കുറച്ച് മുമ്പ് സംസാരിക്കുന്നതോടൊപ്പം ഇങ്ങനെ ഓർമ്മ വന്നു, പെട്ടെന്ന് പറയാൻ പറ്റുമല്ലോ. അദ്ദേഹത്തിന് മനസ്സിലാവും അത് യൂണിഫോം ഇട്ട് ജോലി ചെയ്യാൻ. നമ്മൾ പൊതുവെ ആൺകുട്ടികൾക്ക് ചെറുപ്പത്തിൽ ആരാവണം ചോദിക്കും, 2 പോലീസായി 2 കള്ളന്മാരെ പിടിച്ച് അല്ലേ, അങ്ങനത്തെ ഒരു ജോലി ആഗ്രഹം കാണുന്നത് കൊണ്ടും പിന്നെ കുറച്ചുകൂടെ മനസ്സിലാക്കിയപ്പോൾ ഒരു SI പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ടും ഞാൻ കണ്ടക്ടർ ആയിരുന്ന സമയത്ത് 1 മാസത്തോളം ലീവ് എടുത്തിരുന്ന് പഠിച്ച് എഴുതിയ എക്സാമാണ് നിലവിൽ ഞാൻ എക്സൈസ് വകുപ്പിൽ എത്തിപ്പെട്ടത്. SIൻ്റെ പോസ്റ്റും കിട്ടിയിരുന്നു. പിന്നെ ഒന്നുകൂടെ ആലോചിച്ച് തിരഞ്ഞെടുത്തത് എക്സൈസ് ഇൻസ്പെക്ടർ തസ്തികയാണ്. ഞാൻ പറഞ്ഞു വന്നത്, പഠനം എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ പഠിച്ച് നേടി എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഉദ്ഘാടകനായി നിൽക്കാൻ യോഗ്യനെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിലവിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മളെ
ഈ അടുത്താണ് സിവിൽ സർവീസിന്റെ ലിസ്റ്റൊക്കെ വന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ അതിനകത്ത് കോട്ടയത്ത് നിന്നാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോട്ടയത്ത് നിന്നാന്ന് തോന്നുന്നു. തൊഴിലുറപ്പ് പണിക്കാന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ ഡെയിലി ബേസിന് വേണ്ടി പോകുന്ന ജോലിയാണ്. അവരുടെ മകൾ അതിനകത്ത് ഏകദേശം ഒരു 50-55 റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അല്ലെങ്കിൽ കഴിയുന്ന ലോകത്തിന് പരിധിയൊന്നുമില്ല. അത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയാണ്. നിങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അതിനകത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനകത്ത് ഇന്ത്യയുടെ ഭാവി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സമൂഹത്തിന്റെ ഭാവി എന്ന് പറയുന്നത് യുവാക്കളിലാണ്. അപ്പൊ നിങ്ങളാണ് നമ്മളുടെ തിരൂർ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്, നിങ്ങളുടെ വീട്, നിങ്ങളുടെ വീട്ടുകാർ നാളെ ഏത് രീതിയിൽ അറിയപ്പെടണം എന്ന് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ അറിയപ്പെടേണ്ടത് നിങ്ങളിലൂടെയാണ്. പിന്നെ വെഞ്ഞാറമൂടില് ഒരാള് വീട്ടിലെ അല്ലെങ്കിൽ ഒരു സ്വന്തം ബന്ധത്തിലുള്ള 5 പേരെ ചുറ്റിയോട് അടിച്ച് കൊല്ലുന്നു. അപ്പൊ വെഞ്ഞാറമൂടെന്ന് ഓർമ്മ വരുമ്പോൾ ഞങ്ങളൊരു ക്രൈമിന്റെ ഒരു തലത്തിൽ ചിന്തിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഓർമ്മ വരുന്ന കേസ് ഇതാണ്. അപ്പൊ അങ്ങനെ ആവാതിരിക്കട്ടെ. നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ നാടും വീടും രക്ഷിതാക്കളും ഒക്കെ അറിയപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങൾ വളരട്ടെ. നാളെ ഒരു ജില്ല ഭരിക്കുന്ന കളക്ടറോ അതിനും അപ്പുറത്തേക്ക് പോകാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആവട്ടെ. നാളെ നിങ്ങളൊക്കെ വളർന്ന് വലുതാവുമ്പോൾ നിങ്ങൾ പല സ്ഥലത്തും വേദിയിലിരുന്ന് പറയുന്ന സ്ഥാപനങ്ങളിനകത്ത്, ഞാൻ പഠിച്ച സ്ഥാപനം എന്ന് പറയുന്നതിനകത്ത് IST കോളേജ് കൂടെ ഉൾപ്പെടട്ടെ. തീർച്ചയായും IST കോളേജ് നാളുകളിൽ നടത്തുന്ന ഏതൊരു വലിയൊരു സദസ്സിലും ഇത് എൻ്റെ കുട്ടിയാണ് അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചിറങ്ങിയ ഞങ്ങളുടെ കുട്ടിയാണ്, ഞങ്ങളുടെ പ്രോഡക്റ്റ് ആണെന്നൊക്കെ പറയാൻ ആത്മാഭിമാനത്തോടു കൂടി വിളിച്ചു പറയാൻ കഴിയുന്ന വ്യക്തിത്വങ്ങൾ ആയി നിങ്ങളെല്ലാവരും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ചടങ്ങ്, അതായത് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നിങ്ങളുടെ ഏവരുടെയും സമ്മതത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, നിറഞ്ഞ മനസ്സോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി